ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കശുവണ്ടിയും അരിയും ഉപയോഗിച്ചൊരു ഉണ്ട അല്ലെങ്കിൽ ലഡു എന്നൊക്കെ പറയാം. ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: ശർക്കര പൊടിച്ചത്, പിന്നെ കശുവണ്ടി, പിന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി, നെയ്യ്, ഒരു തേങ്ങ, ഏലക്കായും പഞ്ചസാരയും പൊടിച്ചത്. ഇതൊക്കെയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ കശുവണ്ടി അരി ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. പിന്നീട് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് അരിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ കാഷ്യൂനട്ടൊന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അരിയും കൂടി ഒന്ന് വറുത്ത് എടുക്കാം. ഇപ്പൊ ഇതാ കാഷ്യൂനട്ട് ഇതാ ചെറുതായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരാം. ഈ ചട്ടിയിൽ തന്നെ നമുക്ക് അരി ഇട്ട് വറുത്ത് കൊടുക്കാം. നമ്മളിത് അരി വറുത്തെടുക്കുകയാണ്. ഇത് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്താണ് ഈ അരി. നമുക്ക് നന്നായിട്ട് ചെറുതായിട്ടൊരു ഇത് വറുത്ത് വരുമ്പോൾ പൊള്ളയായി വരും. അത് വരെ വറുത്തെടുക്കാം. ഇത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ പൊള്ള കൈ വന്നിട്ടുണ്ട്. നമുക്കിത് പൊടിച്ചെടുക്കാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഈ കാഷ്യൂനട്ട് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ നമുക്ക് ഈ അരി വറുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കാഷ്യൂനട്ട് പൊടിച്ചതിൽ കൂടെ നമുക്ക് ഈ അരി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. നന്നായിട്ട് വെള്ളം വേണ്ട, ശർക്കര വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാം. നന്നായിട്ട് ഉരുക്കിയെടുക്കാം. എന്നിട്ട് ഇത് അരിച്ചെടുക്കാം. ഇപ്പൊ ഇതാ ശർക്കര നന്നായിട്ട് ഉരുക്കിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ രണ്ടെണ്ണം പൊടിച്ച് നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നാളികേരം ചിരവി വെച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്കായി പഞ്ചസാരയും പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി കുറേശ്ശെയായി ഒഴിച്ച് ഇളക്കി കൊടുക്കുക. നമ്മളെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടിത് ഇളക്കി കൊടുക്കാം. നമ്മളിത് കയ്യിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്, ഒട്ടാതിരിക്കാനാണ്. ഇത് നെല്ലിക്ക വലുപ്പത്തിൽ ഉരുളയാക്കി എടുക്കാം. അങ്ങനെ ഇനി നമുക്കിത് എങ്ങനെ എല്ലാം ഈ നെല്ലിക്ക വലുപ്പത്തിലാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മളുടെ കാഷ്യൂനട്ടും അരി വറുത്തതും കൂടി ഉപയോഗിച്ചുള്ള ഉണ്ട അല്ലെങ്കിൽ ലഡു, അണ്ടിപ്പുട്ട് എന്നൊക്കെ പറയും, റെഡി ആയി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.